ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പൊന്മല ഡാം. മലകളാണ് നമ്മൾ സൈഡിൽ കാണുന്നത്. നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് പൊന്മല ഡാം. അതിമനോഹരമായ സ്ഥലമാണ് പൊന്മല ഡാം. നിങ്ങൾ സന്ദർശിച്ചേ മതിയാകൂ. വളരെ ശാന്തമായ അന്തരീക്ഷം. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ വെള്ളവും വളരെ ശാന്തം. നമ്മൾ ബീച്ചിലൊക്കെ കാണുന്ന പോലെ ഇളകി മറിയുന്ന തിരമാലകൾ ഒന്നും ഇവിടില്ല. ആ ലൈൻ കമ്പിലിരിക്കുന്നതാണ് നീലപ്പൊന്മാൻ. നീർക്കാക്ക പറന്നു പോകുന്നു വെള്ളത്തിൻ മീതെ കൂടെ. ഇണയായിട്ടാണ് പോകുന്നത്. നീർക്കാക്കയുടെ അടുത്തു നിന്നുള്ള ദൃശ്യം. ബ്രേക്ക് ഡാൻസ് പോലത്തെ ഒരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കാടിലേക്ക് മറഞ്ഞു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പൂമല ഡാം. തൃശ്ശൂരിനടുത്തുള്ള ഒരു മനോഹരമായ ഡാമാണ്. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. നല്ല ഫെൻസിങ് ഉണ്ട്. ഒരു നല്ല റോഡ് ഇതിന് ചുറ്റും പോകുന്നുണ്ട്. ഇവിടെ നിന്ന് അല്പനിമിഷങ്ങൾ കൊണ്ട് തന്നെ നീർക്കാക്ക, നീലപ്പൊന്മാൻ, പിന്നെ ഒരു നല്ല തരം മീന്, പിന്നെ പേരറിയാൻ പാടില്ലാത്തൊരു പക്ഷി എല്ലാം കണ്ടു. വൈൽഡ് ലൈഫിന് പറ്റിയ സ്ഥലമാണ്. ഇപ്പോഴും കിളികൾ ചിലയ്ക്കുന്നുണ്ട്. ഇതാണ് പൊന്മല ഡാം. ഇതിലേക്ക് എടുത്തു ചാടണമെന്നുണ്ട്. നീന്തൽ അറിയത്തില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ചാടിക്കഴിഞ്ഞ് മുങ്ങിച്ചത്താൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേറിയൻ ഇല്ലാതായി പോയല്ലോ എന്ന് ഓർത്താണ്. അതിമനോഹരമായ സ്ഥലം. തൃശ്ശൂരിൽ നിന്നും അറൗണ്ട് 20-25 മിനിറ്റ്സ് മതി ഇവിടെ എത്താൻ. പൂമല ഡാമിന് തൊട്ട് താഴെയുള്ള ഒരു ചെറിയ തോട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഡാമും ഉണ്ട്. സ്റ്റെപ്പായിട്ട് വീഴുന്നൊരു ഡാം. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ 7 വെള്ളച്ചാട്ടങ്ങളാണ്, അല്ലെങ്കിൽ 7 കുത്തുകളാണ്. ഇവിടെയും സൂക്ഷിച്ച് എണ്ണി നോക്കിയാൽ 7 എണ്ണം ഉണ്ട്. കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം ഇതിലെ ഒഴുകി താഴോട്ട് പോകും. പൊന്മല ഡാമിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. മനോഹരമായ ഫെൻസിങ് റോഡാണ്. ശാന്തമായ വെള്ളം അതിൻ്റെ അരികത്ത്. ലവേഴ്സിനൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഫാമിലിയായിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ വെയിലില്ലാത്തപ്പോൾ വന്നിരിക്കാൻ നല്ല സ്ഥലം. ഞങ്ങൾ ദുർഭാഗ്യവശാൽ വെയിലുള്ളപ്പോഴാണ് വന്നത്. കുമരകം പോലെയാണ് ഈ പ്രദേശം. വെള്ളത്തിൻ്റെ അരികിലൂടെ നമ്മൾ ഇച്ചിരി ഉള്ളിലേക്കുള്ള വഴികൾ പോവുകയാണ്. അവിടെ ഒരു ചേട്ടൻ മീനെ പിടിക്കുന്നത് കണ്ടു. അവിടെ ചെല്ലാവോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. ഈ ചേട്ടനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. മീൻ കിട്ടിയ ചേട്ടാ? ഇല്ലേ? ഇത് വരയാണ്. വര മീനിന് വേണ്ടി. ചേട്ടൻ്റെ പേരെന്താണ്? ജോണിച്ചേട്ടൻ ഇവിടെ മീൻ പിടിക്കുകയാണ്. നമ്മൾ ജോണിച്ചേട്ടൻ്റെ കൂടെ മീനെ കിട്ടുമെന്ന് നോക്കുകയാണ്. ചൂണ്ടയാണ്. ചൂണ്ട അങ്ങിട്ടിരിക്കുകയാണ്. എൻ്റെ അറ്റത്ത് വരയുണ്ട്. എന്നാ മീനാണ് ഉള്ളത് ഇവിടെ? ഗപ്പി. ചെറിയ ഗപ്പി മീനുകൾ ഇവിടെ. ഗപ്പി വരെ കഴിച്ചിട്ട് ഗപ്പിയുടെ വാട്ടിന് പോയത്. Small guppies. Can you see the small guppies? Yes. അതുകൊണ്ട്
ഇതാണ് മീൻ. ഈ മീൻ്റെ പേരെന്താ? തിലോപ്പിയ. തിലോപ്പിയ മീൻ നമ്മൾ പിടിച്ചിരിക്കുകയാണ്. നമ്മളൊരു ലൈവ് സെഷൻ കണ്ടിരിക്കുകയാണ്. പിടയ്ക്കുന്നുണ്ട്, പൂർണ്ണമായും ചത്തിട്ടില്ല. കൊള്ളാം. ജോണി ചേട്ടൻ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി തൃശ്ശൂർ ജോലി ചേട്ടനൊരു മീനെ പിടിച്ചിരിക്കുകയാണ്. ബോട്ടിംഗ് ഒക്കെ തുടങ്ങുമായിരിക്കും. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞു, റെസ്റ്റോറൻ്റൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ തനിമ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്കിവിടെ എത്താൻ പറ്റിയത് വലിയ ദൈവാനുഗ്രഹമാണ്. ബോട്ടിംഗ് ഒക്കെ വരുമായിരിക്കും. 7 മീറ്റർ താക്കാൻ പോകുന്നു ഇതിൻ്റെ ഡെപ്ത്. കൂടുതൽ ബോട്ടിംഗ് സൗകര്യത്തിനൊക്കെ വേണ്ടി, ടൂറിസ്റ്റ് വരാൻ വേണ്ടി. നടുക്കൊരു പാലം വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പോൾ പത്താഴക്കുണ്ട് ഡാമിലാണ്. ഈ പൂമല ഡാമിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഞാനിപ്പോൾ പമ്പ് ഹൗസിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ആ പൂമല ഡാമിൻ്റെ അത്രയും വലുതല്ലെങ്കിലും കാണാൻ ഒട്ടും മോശമല്ല. പത്താഴക്കുണ്ട് ഡാം. അല്പനിമിഷങ്ങൾ കൊണ്ട് തന്നെ നീർക്കാക്ക, നീലപ്പൊന്മാൻ,